ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ ഹെയിൻസ് അണ്ണൻ AKA കുക്കു ബോയ് അല്ലെങ്കിൽ ഫ്രീക്ക് ജീസസ്. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമും പുള്ളിയുടെ യൂട്യൂബും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. യു ഗൈസ് മേക്ക് ഷുർ ദാറ്റ് യു ഗൈസ് ആർ ചെക്കിംഗ് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ തുമ്പാടിൻ്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് വരുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ഇറ്റ്. കുക്ക് ബോയ് അല്ല കേട്ടോ, നീ ആവശ്യമില്ല. ഓക്കെ ബോയ്സ്, കുക്കു ബോയ് AKA ഫ്രീക്ക് ജീസസ്. നീ എന്താണ് സുറത്തി വിടാ കുക്ക് ബോയ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. कहानी वहीं खत्म हुई थी जहां लालच ने इंसानियत का आखिरी कतरा तक निगल लिया था. पर लालच ഫസ്റ്റ് പാട്ട് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റായിട്ട് കണ്ടിട്ടില്ല. നീയാടാ റിവ്യൂ പറയാൻ വന്നത്. सिर्फ एक किस्सा नहीं, एक श्राप. ഹൊററാണ്. അതിന്റെ പ്രോപ്പർ സീക്വൽ ആയിട്ട് തന്നെയാണ്. गहराइयों में कभी सोया था, अब जागने को है. രൺവീർ സിംഗ് അല്ലേ? അതെനിക്കറിയാം. പടം മാറിപ്പോയാ? പടം മാറിപ്പോയാ? इस बार दास्ता एक गांव तक सीमित नहीं, पूरी दुनिया तक पहुंचेगी. എടാ ഇത് ഫാൻ മെയ്ഡ് ഒന്നുമല്ലല്ലോ. और याद रखो, लालच पहले भी था, आज भी है और हमेशा इंसान के अंदर जिंदा रहेगा. ചെള്ളയടിച്ച് പൊട്ടിച്ച്. എടാ ഇത് എവിടെ എന്ത് ബാജിറാവ് പോലെ തന്നെ. എടാ ഇത് ബാജിറാവ്. ബാജിറാവ് മസ്താനി അതുപോലെ ഉണ്ടല്ലേ? അത് കണ്ടിട്ടുണ്ടോ ബാജിറാവ് മസ്താനി? അത് കണ്ടിട്ടുണ്ട്. ഇത് അത് തന്നെ, ഇത് ഫാൻ മെയ്ഡ് ആണ് അല്ലല്ലോ? ഫാൻ മെയ്ഡ് ആണ് അത്. കമ്മിങ് സൂൺ ഓൺലി ഇൻ തിയേറ്റേഴ്സ്. ഫസ്റ്റ് പാട്ട് കണ്ടിരുന്നെങ്കിൽ ഇത് എന്താണെന്ന് ഒരു ഐഡിയ എങ്കിലും മനസ്സിലായേനെ. അത്രേ ഉള്ളൂ. ബാജിറാവ് മസ്താനിയുടെ അതുപോലെ സെയിം ലുക്ക് അല്ലേ പുള്ളിയുടെ? ഇത് ഇത് എവിടെ ഇത് ആര് പോസ്റ്റ് ചെയ്യാണ്? ഹാൻഡ്മെയ്ഡ്മാര് ബാജിറാവ് എടുത്ത് ഇട്ടുകളെ. അതാണ് അല്ല, ഹാൻഡ്മെയ്ഡ് വീഡിയോ ആൻഡ് വർക്ക് ഓഫ് ഫിക്ഷൻ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. കുഴപ്പമില്ല. കാരണം ഹാൻഡ്മെയ്ഡ്മാര് ബാജിറാവിന്റെ എടുത്ത് ഇട്ടുകളെ. ഇത് എന്താണ് അതാണ് എനിക്ക് സംശയം തോന്നി. അതാണോ ബാജിറാവോട് ഡൗട്ട്. കാരണം സെയിം സീൻ ബാജിറാവിൽ ഇതേ സീനുണ്ട്. പിന്നെ അവരുടെ ഒഫീഷ്യൽ ചാനലില്ലേ? പുള്ളിയുടെ ഇന്നത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇല്ല, അതെന്ത് സംഭവം? ഫോണിലുണ്ടോ? ഇതാണ് റിയാക്ഷൻ. ഇങ്ങനെയാണ് റിയാക്ട്. I saw that in the theaters, Rishabh. It was an outstanding performance, especially when the female ghosts gets inside your body. That performance, that one ഇപ്പൊ shot. ഓഡിയൻസ് നോക്കിക്കോണേ. Did you see Kantara? ഓഡിയൻസ് എല്ലാം പരസ്പരം ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. Anybody? പരിതാപകരം. Tell this guy. Tell him. ഇവിടെ എന്തിടേ ഇവന് വയ്യേ. ഗോസ്റ്റ് എന്ന ദൈവത്തിന് എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞത് ഒരു പിടി. ഇത് കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഒരു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ആ മൂവി എന്ത് ബേസ് ചെയ്തിട്ടാണ്. ഇവൻ എന്തിനാ ഇങ്ങനെ താഴെ മറ്റേ മാമനോടൊന്നും തോന്നല്ലേ കൂടെ. ബേസിക് തിങ് എന്തായിരുന്നു? ബേസിക് തിങ് എനിക്കിതിന്റെ സ്റ്റോറിയേ അറിയില്ല. അതെ കേട്ടപ്പോ മനസ്സിലായി. മാക്സിമം എന്താ ആൾക്കാരുടെ ഫ്രണ്ടിൽ എങ്ങനെയെങ്കിലും പൊലിപ്പിച്ചെടുക്കാനുള്ള സ്ഥിരം ഈ പുള്ളി അങ്ങനെ ഒരു സ്റ്റേജ് കയറി കഴിഞ്ഞാൽ പുള്ളി അങ്ങനെയാണല്ലോ പൊതുവെ കുറച്ച് അറ്റൻഷൻ ഇത് ചെയ്യുന്ന ആളാണ്. പക്ഷെ അത് പുള്ളിക്ക് ബാക്ക് ഫയർ ചെയ്തു എന്നുള്ളതാണ്. ഇത് എന്തുവാണ് കുറച്ചൊക്കെ മയം വേണ്ടി പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് അതാണ് ഏറ്റവും കയ്യിൽ നിന്ന് പോയത്. പിന്നെ റെസ്റ്റ് എവരിത്തിങ് പുള്ളി ആ മിമിക് ചെയ്തത് ഓക്കെ, നമുക്ക് എന്തെങ്കിലും പറയാം. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല എന്നുള്ളത് ഫീമെയിൽ ഗോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ തന്നെ അവരോട് അവരുടെ ഫേസ് കണ്ടില്ലായിരുന്നു. ഇനിയിപ്പോ കാന്താര കണ്ടാൽ എനിക്ക് ചിരി വരും. എനിക്ക് ആ ഊഴയുടെ ചിരി ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞിരിക്കും.
ഫീമെയിൽ ഗോസ്റ്റ് ഇവൻ ആരടിച്ചു Female വിട്ടതാണ് ghost. അയാൾ തിരിഞ്ഞൊക്കെ നോക്കും അല്ല ഇവൻ ഇത് കാണിക്കുന്ന ആ എക്സ്പ്രഷൻ കണ്ണെല്ലാം മറ്റേ നമ്മള് ഈ പിള്ളേർ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല അത് എടാ, എന്തോ ഇതൊക്കെ ഉറപ്പായിട്ടും കാന്തര 3 വിളിക്കും. അടിയും കിട്ടും. അപ്പൊ ഗൈസ് ദാറ്റ്സ് ഓൾ So far, അപ്പൊ cool. സബ്സ്ക്രൈബ് ടു ഫ്രീ ജീസസ് അല്ലേ നമ്മ ഫ്രീക്ക് ജീസസ്. അപ്പോ നെക്സ്റ്റ് റിയാക്ഷൻ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് അധികം വൈകാതെ തന്നെ വീണ്ടും കാണാം. ബൈ ഗൈസ്. Thank you guys. Bye. Bye. Like and subscribe.